ഹൈ ഗൈസ്, വെൽക്കം ടു ഋത്നി വേൾഡ്. ഹൈദരാബാദ് ബിരിയാണി കൊണ്ടല്ലാതെ ഹൈദരാബാദ് ഫുഡ് സീരീസിനൊരു പെർഫെക്റ്റ് സ്റ്റാർട്ടിംഗ് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ പിസ്ത ഹൗസിൽ നിന്ന് നമ്മൾ കഴിച്ച ഹൈദരാബാദി ചിക്കൻ ബിരിയാണി വെച്ചിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ തുടങ്ങുന്നത് കേട്ടോ. ഇതിൻ്റെ ക്വാളിറ്റി, ക്വാണ്ടിറ്റി ആൻഡ് ടേസ്റ്റ് എല്ലാം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഈ കാണുന്ന ഈ വലിയ പാത്രത്തിൽ കൊണ്ടുവന്ന ഒറ്റ ബിരിയാണിയാണ് നമ്മൾ 3 പേര് കഴിച്ചത്. നമ്മളെ നാട്ടിൽ കിട്ടുന്ന ഹൈദരാബാദ് ബിരിയാണിയും ഇതും തമ്മിൽ വ്യത്യാസമല്ല, എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടോ? മസാലയ്ക്ക് വ്യത്യാസമുണ്ട്, വേറെ ടേസ്റ്റാണ്, വെറൈറ്റി ഉണ്ട്. അടിപൊളി ബിരിയാണിക്ക് ശേഷം നമ്മൾ വാങ്ങിയത് ഈ ഒരു ആപ്രിക്കോട്ട് ഡിലൈറ്റ് എന്ന ഡെസേർട്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. ഭയങ്കര ഓവർ സ്വീറ്റ്നെസ് അങ്ങനെയൊന്നുമല്ല, നല്ല ക്രീമി ആൻഡ് യമ്മി. ഇതായിരുന്നു അവിടുത്തെ നമ്മുടെ ബില്ല്. അതിനുശേഷം സെയിം ഡേ ഈവനിങ് നമ്മൾ ചാർമിനാറിനടുത്തുള്ള മിലൻ ജ്യൂസ് സെൻറ്ററിൽ പോയി ഈ ഇൻസ്റ്റഗ്രാം ട്രെൻഡിങ് ആയിട്ടുള്ള ഷദൂദ് മലായിയാണ് അടുത്ത ട്രൈ ചെയ്യുന്നത് കേട്ടോ. നല്ല പഴുത്ത മൾബറീസിൻ്റെ കൂടെ നല്ല ക്രീമി മലായി, വൺ ഓഫ് ദ ബെസ്റ്റ് ഐറ്റംസ്. ദെൻ അവരുടെ ഫേമസ് ഒസ്മാനിയ ബിസ്ക്കറ്റ്, ബൺ മസ്ക, ഇറാനി ചായ്, അതും നിംറ കഫേയിൽ നിന്ന് ചാർമിനാറിന് തൊട്ടടുത്ത് തന്നെയാണ്. പിന്നെ ഈ വാങ്ങിയത് ഒരു ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പാണ്. അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റായില്ല. പിന്നെ നമ്മൾ ട്രൈ ചെയ്തത് ഇവരുടെ സ്പെഷ്യൽ മട്ടൺ ദം ബിരിയാണിയാണ്. ക്വാളിറ്റി വൈസ് ആയാലും മീറ്റിൻ്റെ ആ ഒരു ടെൻഡർനെസ് അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു ടേസ്റ്റ് വൈസ് ആയാലും ഇത് അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായിട്ടില്ലായിരുന്നു. ലാസ്റ്റ് ഡെസേർട്ടാണത്. കുബാനീക്ക മീട്ട എന്നാണ് പേര്. ഡ്രൈഡ് ആപ്രിക്കോട്ടാണ് കേട്ടോ. മൊത്തത്തിൽ ഒരു ശോകമായിരുന്നു. ചിലയിടത്ത് ശരിയാവും, ചിലയിടത്ത് ശരിയാവില്ല. ഇവിടെ ശരിയായില്ല.